നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഈയിടെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അവളൊരു സംഭവം പറഞ്ഞു. ഉത്തർപ്രദേശിലെ നടന്നതാണ്. ഓഹോ. അത് കേട്ടപ്പം സത്യം പറഞ്ഞാല് ആദ്യം ഒരു ചിരിയാണ് വന്നത്. പക്ഷെ പിന്നീട് അതങ്ങോട്ട് മാറി, ഒരു വിഷാദമായി, പിന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അപ്പൊ തോന്നി ആ കഥയും അതിൽ നിന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന്. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് കുറച്ചുകൂടി നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ സഹായിച്ചേക്കുമല്ലോ. തീർച്ചയായും. അപ്പോ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ശരി. സംഭവം ഉത്തർപ്രദേശിലെ ബദായൂൻ ജില്ലയിലാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 17 വിവാഹിതരായവരാണ്. സുനിൽ 23 വയസ്സ്, പിന്നെ ഭാര്യ അവർക്ക് 20 വയസ്സ്. ഓ, പുതിയ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ. പക്ഷെ വിവാഹം കഴിഞ്ഞ് ഒരു മാസം പോലും ആയിട്ടില്ല ശരിക്കും. അപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടിൽ ആകെ ഒരു 9 ദിവസം നിന്നു. എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ എത്തി 10 ദിവസം കഴിഞ്ഞപ്പോ അവര് കാമുകന്റെ കൂടെ പോയി. അതായത് കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലെല്ലാം കഴിഞ്ഞു. അതെ. സുനിൽ സ്വാഭാവികമായും പരാതി കൊടുത്തു, ആളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടോ? അപ്പോൾ ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു തനിക്ക് ഭർത്താവിന്റെ കൂടെയല്ല കാമുകന്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. വളരെ തുറന്നു തന്നെ പറഞ്ഞു അല്ലേ? അതെ. പിന്നെ പോലീസ് ഇടപെട്ടു. കാര്യങ്ങൾ ഒരുപാട് വഷളാക്കാതെ ഇരു കുടുംബങ്ങളെയും വിളിച്ചു സംസാരിച്ചു. ഒരു ഒത്തുതീർപ്പ് പോലെ അങ്ങനെ പറയാം. അവസാനം ഈ വിവാഹത്തിന് കൊടുത്ത സ്വർണവും മറ്റ് സാധനങ്ങളും ഇല്ലേ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ കൊടുക്കാം, നിയമപരമായി മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. സുനിലിന്റെ സഹോദരന്റെ ഭാര്യ രാധ പറഞ്ഞത് ഇങ്ങനെയാണ്: 8 ദിവസം നിന്നിട്ട് കിട്ടിയ സമ്മാനമെല്ലാം തിരികെ വാങ്ങി ഞങ്ങളാ ബന്ധമങ്ങ് തീർത്തു എന്ന്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. പക്ഷേ എന്നെ ശരിക്കും ഞെട്ടിച്ചത് സുനിലിന്റെ ആ ഭർത്താവിന്റെ പ്രതികരണമാണ്. അതെന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, അവൾക്ക് അവളുടെ കാമുകനൊപ്പം പോകണമെങ്കിൽ പോകട്ടെ, എനിക്കും സന്തോഷം, എന്റെ ജീവിതം നശിച്ചില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, രാജരഘുവംശിയെപ്പോലെ എനിക്ക് സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് സന്തോഷമുണ്ട് എന്ന്. അവിടെയാണ് ഈ സംഭവം മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. അതെ. എന്താണ് ഈ രാജരഘുവംശി കേസ്? അദ്ദേഹം അതാണല്ലോ താരതമ്യം ചെയ്തത്. ശരിയാണ്. ആ പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാജരഘുവംശി ഇൻഡോറിലെ ഒരു ബിസിനസ്സുകാരനായിരുന്നു. മെയ് 23 അദ്ദേഹവും ഭാര്യ സോനവും മേഘാലയയിലെ ഹണിമൂണിന് പോയതാണ്. അവിടെ വെച്ച് ഈ സോനവും അവരുടെ കാമുകനും പിന്നെ കുറച്ചു വാടക കൊലയാളികളും ചേർന്ന് രഘുവംശിയെ കൊന്നു എന്നാണ് കേസ്. ദൈവമേ, ഹണിമൂണിന് പോയ ഭർത്താവിനെ. അതെ. ജൂൺ 2 ബോഡി കിട്ടി. സോനം ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോ ഈയൊരു പശ്ചാത്തലത്തിലാണ് സുനിൽ തന്റെ അവസ്ഥയെ താരതമ്യം ചെയ്യുന്നത്. അതെ. ഈ ഇൻഡോർ കേസ് ശരിക്കും ഓൺലൈനിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. ബന്ധങ്ങളിലെ വിശ്വാസം, സുരക്ഷ, ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച്. അപ്പോ സുനിലിന്റെ ആശ്വാസം എന്താണ്? ഭാര്യ പോയതിൽ സങ്കടപ്പെടുന്നതിനു പകരം താൻ കൊല്ലപ്പെട്ടില്ലല്ലോ എന്നത് ഒരു ഭാഗ്യമായി കാണുന്നു. അതെ. അത് വ്യക്തിപരമായ ആശ്വാസം എന്നതിലുപരി നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി തോന്നുന്നു. ശരിയാണ്. വിവാഹമെന്ന ആ ഒരു സങ്കല്പത്തിന്റെ അടിത്തറ തന്നെയാണോ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്? ഒരു സംഭവമായി മാത്രം കാണാൻ പറ്റില്ല. ഈ 2 കഥകളും ഒരുമിച്ച് വയ്ക്കുമ്പോൾ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെ, പരാജയങ്ങളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നതിലൊരു ഭയപ്പെടുത്തുന്ന മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണത്? പണ്ടൊക്കെ ഒരു ട്രാജഡിയായി, ഒരു ദുരന്തമായി കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് ചിലപ്പോൾ വെറുമൊരു അസൗകര്യമായോ അല്ലെങ്കിൽ സുനിലിന്റെ കാര്യത്തിലെ പോലെ ഭാഗ്യത്തിന് ജീവൻ പോയില്ലല്ലോ എന്ന ആശ്വാസമായോ മാറുന്നു. ആഭരണങ്ങൾ തിരികെ കൊടുത്ത് പ്രശ്നം തീർക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നിസ്സാരമാവുകയാണോ? ഒരു തരത്തിലതെ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒളിച്ചോടുന്നത്, എന്നിട്ട് കുറച്ച് സാധനങ്ങൾ തിരിച്ചുകൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത്, ഇതിനെയൊക്കെ ലാഘവത്തോടെ കാണുന്നൊരു പ്രവണതയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? ഈ പറയുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്നെല്ലാം കിട്ടണമെന്നുള്ള ചിന്ത, അതൊരു ഘടകമാവാം. ആളുകൾക്കൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ, പ്രതിബദ്ധത കാണിക്കാൻ മടിയാണോ? സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ടോ? കാരണങ്ങൾ പലതാവാം. നിങ്ങൾ പറഞ്ഞ പോലെ തൽക്ഷണ സംതൃപ്തി ഒരു വിഷയമാണ്. പിന്നെ ഉത്തരവാദിത്തമില്ലായ്മ, പ്രശ്നങ്ങളെ നേരിടാനുള്ളൊരു വിമുഖത, തുറന്ന് സംസാരിക്കാത്തത്, പലപ്പോഴും അതും പ്രശ്നമാണ്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിക്കുന്നത്, അങ്ങനെ പലതുമുണ്ടാവാം. അതെ. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വ്യക്തിപരമായ മൂല്യങ്ങൾ. ഒരു ബന്ധത്തിലേക്ക്, പ്രത്യേകിച്ച് വിവാഹം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നിലേക്ക് പോകും മുൻപ് എന്താണ് കമ്മിറ്റ്മെന്റ്, എന്താണ് ഉത്തരവാദിത്തം എന്നതിനെക്കുറിച്ചൊരു ധാരണ വേണം.
തുറന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് നേരത്തെ ഇത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ശരിയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. പ്രശ്നങ്ങൾ ഒരുപാട് വലുതാകുന്നതിന് മുൻപ് പങ്കാളിയുമായി സംസാരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ സഹായം തേടുക. അതിനൊന്നും മടിക്കേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത്തത് ഉത്തരവാദിത്തം. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ പ്രത്യാഘാതങ്ങളുണ്ട്. അത് നമ്മളെ മാത്രമല്ല ചുറ്റുമുള്ളവരെയും ബാധിക്കും. ഈ ഒരു ബോധ്യം വേണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. അതെ, കുട്ടികളെ അത് പഠിപ്പിക്കേണ്ടതും പ്രധാനമാണ്. വളരെ പ്രധാനം. നമ്മൾ മാതൃകയാവണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചിത്രം വരുന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഇങ്ങനെയാണെന്ന് കരുതാനും വയ്യ, അല്ലേ? ഒരിക്കലുമില്ല. നല്ല രീതിയിൽ സ്നേഹത്തിലും വിശ്വാസത്തിലും ബഹുമാനത്തിലുമൊക്കെ മുന്നോട്ടു പോകുന്ന എത്രയോ ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. തീർച്ചയായും. അവയൊന്നും പക്ഷേ വലിയ വാർത്തയാവാറില്ല, അത്രമാത്രം. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. ശരിയാണ്. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ആലോചിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് നിങ്ങൾ എന്തു വിലയാണ് കൊടുക്കുന്നത്? വിശ്വാസവും ഉത്തരവാദിത്വവുമുള്ള ഒരു സമൂഹം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? സുനിലിന്റെ ആ അവസ്ഥ കൊല്ലപ്പെട്ടില്ലല്ലോ എന്ന ആശ്വാസം അതൊരിക്കലും നമ്മുടെ ലക്ഷ്യമാവരുത്. തീർച്ചയായും. പരസ്പരം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുരക്ഷിതത്വം തോന്നുന്ന ബന്ധങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിലേക്കെത്താൻ നമ്മളിലും സമൂഹത്തിലും എന്തു മാറ്റങ്ങൾ വരണമെന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും എന്താണെന്ന് ഞങ്ങൾക്കറിയണം. അതുപോലെ നിങ്ങളെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങളോ കഥകളോ ഉണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കാം. അതെ, ഞങ്ങൾക്ക് എഴുതൂ. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നന്ദി.